നമ്മുടെ പരിസ്ഥിതികളുടെ മേൽ വാഴുക. സ്തോത്രം. ശിഷ്യന്മാർ വലിയ അത്ഭുതം നടന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. അത് കഴിഞ്ഞ് കർത്താവ് പറഞ്ഞു, ഞാൻ മലയിലോട്ട് പോവുകയാണ് പ്രാർത്ഥിക്കുവാൻ. നിങ്ങളെല്ലാവരും അക്കരെ ഗദർദേശത്തിൽ അടുത്തൊരു അസൈൻമെന്റ് നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. മക്കളെ, നിങ്ങൾ അങ്ങോട്ട് പോയിക്കോ, ഞാൻ പതുക്കെ വന്നോളാം. ആ പടകിനെ മുക്കിക്കളയുന്ന ആ നിലവാരത്തിൽ ഒരു വൈശാചിക പ്രവൃത്തി, അവരെ അലട്ടുന്ന വെള്ളം, തിരമാലകൾ, കൊടുങ്കാറ്റ്, അതിന്റെ മേൽ, അവരുടെ പ്രശ്നങ്ങളുടെ മേൽ ജയാളിയായ ഒരുവൻ വരികയാണ്. What was a problem to the disciples? അതിന് മീതെ വാഴുന്നവനായി. There is a message in the miracle. ആ അത്ഭുതത്തിൽ നമുക്ക് വേണ്ടി ഒരു 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 ദൂത് മറന്നു കിടക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ വിഷയങ്ങളുടെ മീതെ ശിഷ്യന്മാർ ആ വിഷയത്തിൽ, അവരുടെ വിഷയം എന്തായിരുന്നു? ഇന്ന് നമ്മുടെ സാമ്പത്തികമായിരിക്കും നമ്മുടെ വിഷയം, രോഗമായിരിക്കും വിഷയം, പാപത്തിന്റെ ആസക്തികളായിരിക്കും നമ്മുടെ വിഷയം. പക്ഷെ യേശു ആരാ? കർത്താവ് ആരാ? ഹല്ലേലൂയ. നമ്മുടെ വിഷയത്തിന്റെ മീതെ നടക്കുവാൻ കരുത്തുള്ളവനാണ്. ആ കരുത്തുള്ളവനോടാണ് ഞാൻ കൂടിയിരിക്കുന്നത്, ഞാൻ ഒന്നായിരിക്കുന്നത്. ആ കരുത്തുള്ളവനാണ് എന്റെ ഉള്ളിൽ ജീവിക്കുന്നത്. ആ കരുത്തുള്ളവന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുവാനാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കരുത്തുള്ളവന്റെ ആത്മാവിനെ ഞാൻ അനുസരിച്ച് നടന്നാൽ, ഹല്ലേലൂയ, യേശു വെള്ളത്തിന്റെ മീതെ നടന്നു, ആ പ്രശ്നങ്ങളുടെ മീതെ നടന്നു എന്ന് മാത്രമല്ല, ഹല്ലേലൂയ, അവനെ വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു പത്രോസും, ഹല്ലേലൂയ, യേശുവിനെ പോലെ വെള്ളത്തിന്റെ മീതെ ഇന്ന് ആരോടൊക്കെയോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. ഹല്ലേലൂയ. എത്ര കാലം, ഹല്ലേലൂയ, നിങ്ങളെ നേരിടുന്ന പ്രതിസന്ധി, ഹല്ലേലൂയ, നിങ്ങളെ നോക്കി നിങ്ങളെ വെല്ലുവിളിക്കും.